എത്യോപ്യയിലെ ഹോട്ടലിൽ നിന്ന് എച്ചിൽ കൊണ്ടുപോയി ഇടുന്നിടത്ത് ഒരു പട്ടിക്കുട്ടിയോട് കലഹിക്കുന്ന ഒരു കുഞ്ഞു ബാലനെ കാണുകയാണ്. അങ്ങനെ മനുഷ്യന് ആ കുഞ്ഞിനെ തോപ്പിച്ചുകൊണ്ട് പട്ടി എച്ചിൽ കഴിക്കുമ്പോ ഒരു കത്തി എടുത്തു വന്ന് ആ പട്ടി അറുക്കുകയാണ്. എന്നിട്ട് ആ പട്ടി എത്തുന്ന ബാലനെ നമ്മൾ കാണേണ്ടി വരുമ്പോ, എന്റെ സഹോദരങ്ങള്, ലോകത്തിന്റെ നാനാഭാഗത്ത് നമ്മുടെ സഹോദരങ്ങള് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഒരിറക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട്, ഇറാഖിന്റെ കഥ കണ്ടില്ലേ, 25 ലക്ഷത്തിലേറെ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ മരിക്കുന്നത്. ഫലസ്തീന്റെ കാബൂൾ അങ്ങാടിയിൽ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ 60% ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഭിക്ഷയാചിക്കുകയാണത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, സോമാലിയയിൽ, എത്യോപ്യയിൽ, ചെച്ചനിയിൽ, റുവാണ്ടയിൽ, കൊസോവയിൽ, ലെബനാൻ, ലിബിയയിൽ, സിറിയ, ഈജിപ്തിൽ എന്ന് വേണ്ട വലിയ വലിയ പാരമ്പര്യ എന്ന ആനമായ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. പറഞ്ഞു എങ്കിലും മുസൽമാൻ ഒറ്റ ഒരു ശരീരത്തിന്റെ പ്രത്യേകത നോക്കുന്നു, ഒരു കൈ കൊണ്ട് മറ്റേ അവിടെ കരിക്കുന്നില്ല, കൊണ്ട് സഹായം തേടുന്നില്ല, നമ്മൾ അറിയുന്നില്ല. എന്നെ സഹോദരങ്ങളെ സഹോദരിക്കുക, നമ്മുടെ ഓരോരുത്തരോട് പൊരുത്തപ്പെടുകയാണെങ്കിലും നമ്മുടെ സഹോദരനാണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നാം പഠിപ്പിച്ചു തന്നത്. ഒന്ന് നേർക്ക് നേരെ കൊടുക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവനെ കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണെന്ന് മുഹമ്മദ്. അന്നം കൊടുക്കുന്നതിന് പ്രേരിപ്പിക്കുക, അതും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അനാഥയെ ആട്ടിവിടുന്നവനാണ്, സദഖക്ക് പ്രേരണ നൽകാത്തവനാ അവൻ. സത്യത്തിന്റെ നിഷേധിയാണ്, മതവിരോധിയാണ്, മതത്തിന്റെ നിഷേധിയാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശരിയായ ബോധം നൽകണേ അല്ലാഹ്. നോക്കണേ, നിങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ അറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണമതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരുടെ മുമ്പിലേക്ക് വരും. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, എന്നിട്ട് പറയും, യബ്നാദം, മനുഷ്യ, മരിൽതു ഫലം തഊദനി, ഞാൻ രോഗിയായി കിടന്നല്ലടോ, എന്തേ നീ എന്നെ സന്ദർശിക്കാതിരുന്നത്? ആരാ പറയുന്നത്? അല്ലാഹ്. അല്ലാഹ് പറയാണടോ, ഞാൻ രോഗിയായി കിടന്നപ്പോ എന്തേ നീ എന്നെ സന്ദർശിക്കാതിരുന്നത്? അപ്പൊ മനുഷ്യൻ പറയും, ഖാല യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. പടച്ചവനെ, നീ ലോകരക്ഷിതാവല്ലേ, എന്നെ എങ്ങനെയാ റബ്ബേ നീ രോഗിയായി കിടക്കുക, നിന്നെ ഞാൻ സന്ദർശിക്കുക? അപ്പോഴാണ് അല്ലാഹു തആല പറയാ, ഇന്നാലിന്ന കിയാറ്റൂരിന്റെ മൂലയിൽ ഒരാൾ രോഗിയായി കിടക്കുന്ന വിവരം നീ അറിഞ്ഞില്ലേ? നീ അറിഞ്ഞിട്ടും എന്തേ അവിടെ നീ പോകാതിരുന്നത്? ആ രോഗിയെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നീ എന്നെയാണ് സന്ദർശിച്ചിരുന്നെന്ന് അല്ലാഹു തആല പറയും. അഥവാ രോഗിയുടെ അടുത്ത് അല്ലാഹു തആലയുണ്ട്. വീണ്ടും അല്ലാഹു തആല പറയാ, എടോ, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, എന്തേ നീ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? അപ്പോഴും ഈ മനുഷ്യൻ പറയും, കൈഫാ തുഇമുക യാ റബ്ബി, പടച്ചവനെ, നിനക്ക് എങ്ങനെ ഞാൻ ഭക്ഷണം തരിക? വ അൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ അല്ലാഹ്. ആ സമയത്തും അല്ലാഹു തആല പറയോ, നിന്റെ അയൽപക്കത്ത്, നിന്റെ നാട്ടിൽ ഇന്നാലിന്നാൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, നീ അറിഞ്ഞപ്പോ എന്തേ നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത്? നീ അവനെ സഹായിക്കാതിരുന്നത് എന്തേ? നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ആ പട്ടിണിപ്പാവന്റെ അരികത്തി നിനക്കെന്നെ കാണാമായിരുന്നു. നിങ്ങള് സദഖ എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് കൊടുത്താൽ അത് എല്ലാ അമലുകളെയും മറികടക്കും. വീണ്ടും അല്ലാഹു തആല ചോദിക്കാണടോ, ഞാൻ നിന്നോട് ചോദിച്ചു, അപ്പോൾ
റബ്ബി കൈഫ വെള്ള എടോ നാടാ സമയത്തിന്റെ ഖലീഫ നിന്റെ അടുത്ത് വന്ന നീ അവനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് പറയുമ്പോ നിങ്ങളെ ഇവിടെ കാണാൻപ്പെടുന്നവനാരോ അവന്റെ കട്ടപ്പാട് പരിഹരിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് അല്ലാഹുവിനെ സഹായിക്കട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു തആലയുടെ ഇഹ്യയിൽ ഉദ്ധരിക്കുന്ന ഒരു കഥ ദിന്നൂനിൽ റളിയല്ലാഹു തആല റളിയല്ലാഹു കഴിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു അശരീരി പോലെ ദുന്നൂൽ മിസ്രി സൂഫി വര്യനാണ്, തസൗഫിന്റെ മഹാനായ ആലിമാണ്, മഹാനായ നേതാവാണ്, ഷെയ്ഖാണ്. ദുന്നൂൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്നത് ഈ കൊല്ലത്തെ ഏറ്റവും കാമിലായ ഹജ്ജ് ചെയ്ത ആൾ ബാഗ്ദാദിലുള്ള അബ്ദുള്ളയാണ് എന്നാണ്. ബാഗ്ദാദിലുള്ള അബ്ദുള്ളയുടെ ഹജ്ജാണ് ഇക്കൊല്ലത്തെ ഏറ്റവും കാമിലായ ഹജ്ജ്. ചെരുപ്പ് കുത്തിയായ അബ്ദുള്ളയുടെ. അവസാനം ചെരുപ്പ് കുത്തിയായ ആളുകൾ പോയ കൂട്ടത്തിൽ ഇക്കൊല്ല ഹജ്ജിന് പോയ ചെരുപ്പ് അയാളോട് അയാൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മുമ്പിലുള്ള വട്ടിയും ഭണ്ഡാരത്തിൽ കിട്ടുന്ന ഈ തലേ ദിവസം രാത്രി എന്റെ അയൽപക്കത്തുള്ള സഹോദരന്റെ മണം കെട്ടി. അവൻ എന്റെ ഭാഗത്തുള്ള വാതിൽ തുറന്നില്ല, ഒന്നും തരുന്നില്ല. ഞാൻ അവന്റെ വീടിന്റെ കതകൽ ചെന്ന് മുട്ടി, എന്നിട്ടും അവൻ തുറന്നില്ല. ഞാൻ നിർബന്ധിച്ചു. എന്നിട്ട് അവനോട് ഞാൻ നല്ല ആട്ടിറച്ചിയുടെ മണം വരുന്നുണ്ടല്ലോ, നീ എന്നോട് വല്ലാരും സദസ്സിനെ സ്വീകരിക്കട്ടെ. അയൽപക്കത്ത് ചെന്നിട്ട് ഞാൻ എന്റെ അവരുടെ കതക് മുട്ടി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ട് വാതിൽ തുറന്നില്ല. ഞാൻ പറഞ്ഞു, എന്തേ ഇവിടെ നല്ല സദ്യ ഉണ്ടാകും, എന്നെ ക്ഷണിക്കാതിരിക്കില്ല, ഭക്ഷണമയും അറിയിക്കും. എന്തേ നമ്മുടെ അയൽപക്കത്തിന് വല്ല വിള്ളലും സംഭവിച്ചോ, എന്റെ ഭാഗത്തും വല്ല അരുതായ്മയും വന്നുപോയോ, എന്നോട് മാപ്പാക്കണേ എന്ന് പറഞ്ഞാൻ അവന്റെ കതക് മുട്ടി. കുറെ നിർബന്ധിച്ചപ്പോൾ അവൻ എന്റെ വാതിൽ തുറന്നിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ അരികത്തേക്ക് എന്റെ അയൽക്കാരൻ വന്നു. അവൻ എന്നോട് പറയുകയാണ്, നിന്നോട് വെറുപ്പോ വിരോധമോ ഉണ്ടായിട്ടല്ല, 3 ദിവസമായി എന്റെ മക്കൾ പട്ടിണിയിലാ. 3 ദിവസം ഞാൻ മാർക്കറ്റിലേക്ക് പോയി, തിരിച്ചു വരുമ്പോ ഒരു പിടി ഭക്ഷണം പോലും കിട്ടാതെ ഞാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ സഹികെട്ടു. 3-ാം ദിവസം ഇന്നും ഞാൻ മടങ്ങിയെത്തുമ്പോ എന്റെ മക്കൾ മരിക്കുമോ എന്നെനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ റോഡരികിലൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാ ചത്ത് കിടക്കുന്ന ഒരാടിനെ കിട്ടി. ആരും കാണാതെ ഞാൻ ആ ചത്ത് കിടക്കുന്ന ആടിനെ കൊണ്ടുവന്നു. ഇത് ഞങ്ങൾക്ക് കഴിക്കാം, ഞങ്ങൾ മൂത്തറാണ്, ജീവൻ അപായപ്പെടുമെന്ന് കടഞ്ഞാണ്ടാൽ ശവത്തെ തിന്നാൻ അല്ലാഹു അനുവാദം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് ഹലാലാവില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയിക്കാതെ നിങ്ങളുടെ ഭാഗത്തേക്കുള്ള വാതിലടച്ച് കതകടച്ചിട്ട് ആരും അറിയാതെ ഞാനും എന്റെ മക്കളും ചത്താടിന്റെ ഇറച്ചി കഴിക്കുകയാ, അതിനൊരുങ്ങുന്നത് കൊണ്ടാ പറയാതിരുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ആ പാത്രവും ആ ആട്ടിറച്ചിയും ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഈ അബ്ദുള്ളയതാ ഹജ്ജിനെടുത്ത് വെച്ച പണം കൊണ്ട് അങ്ങാടിയിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഈ അയൽക്കാരന് ഭക്ഷണം കൊടുക്കുകയാണ്. അത് കാരണം എനിക്ക് ഈ വർഷം ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹജ്ജിന് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് കരഞ്ഞു പറയുമ്പോ മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ പറയുകയാണ്, അബ്ദുള്ള നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. ഹറമിലേക്ക് പോകാതെ തന്നെ ഹറം നിങ്ങൾ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. ആ വിശുദ്ധ മക്കയിലേക്ക് പോകാതെ അല്ലാഹു തആല നിങ്ങളുടെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു. അതിന് കാരണം മറ്റൊന്നല്ല, ഹറമിലേക്ക് നിങ്ങൾ അറഫയിലേക്ക് പോയിട്ടില്ല, നിങ്ങൾ മുസ്ലിമിട്ടില്ല. ഒരു അമല
പട്ടിണി കിടന്നുകൊണ്ട് ഹറാമ് തിന്നേണ്ട സ്ഥിതി വന്നപ്പോ അവന്റെ പട്ടിണി മാറ്റിയല്ലോ, അത് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദുന്നൂൽ മിസ്ർ റളിയല്ലാഹു തആല ഞാൻ പറഞ്ഞത് ഖൽബ് കൊണ്ട് കൊടുത്താൽ അല്ലാഹുവിന്റെ പുണ്യമൊക്കെ അല്ലാഹു തൗഫീഖ് അത് രണ്ട് ഗൗരവത്തോടു കൂടെ ഒരു സംഭവം ഒരാൾ ഉള്ളത് മുഴുവൻ പിന്നെ ഉണ്ടായിട്ടല്ല. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 350 ഉറുപ്പ്യന്റെ ഊതിയ വീണ ആടിനെ വിതരണം ചെയ്യാൻ 15,000 ഉറുപ്പ്യന്റെ സ്റ്റേജ് റിലീഫ് ഒരു സ്റ്റേജിന്റെ വാടക അന്വേഷിച്ച് നോക്കുമ്പോ എന്നിട്ട് ആരോ പോകും ഒരാളുണ്ട്. ആ ആടിനെ കൊടുക്കാനാണ് അല്ലാഹു അങ്ങനെ കൊടുത്തത്. ഇത് നമ്മുടെ കുട്ടികൾ സുഹൃത്തുക്കൾ നോക്കി ഞങ്ങൾ വളരെ സ്വകാര്യമായി സ്വീകരിക്കുന്നവർക്ക് ഒരാൾക്കും വിഷമം വരാൻ ഉത്തരവിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ചിലർ കൊടുത്താൽ ഓനെയും വിടൂല, ഓന്റെ മക്കളെയും പേരക്കുട്ടിയാളെയും വിടൂല. എടാ അജ്ജ അങ്ങനെ നെളിഞ്ഞടക്കുക എൻ്റെ വന്നാളാ വീഡിയോ കോലം. അതോടുകൂടെ എന്ത് പോയി? അതിന്റെ കൂലി മനുഷ്യനെ എട്ടങ്ങാറാക്ക. ഒരു കാലത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ ഒരു കഴിഞ്ഞ തലമുറന്റെ കഥകൾ ഇപ്പൊ തോന്നില്ല അല്ലേ? ഖിലാഫത്ത് കൊല്ലം മുമ്പ് ആലോചിച്ചാൽ തന്നെ ചെരുപ്പിട്ട് വരും രണ്ടാൾക്കാർ, 2 ദുബായ്ക്കാർ മാത്രമേ ഉള്ളൂ ചെരുപ്പിട്ട് വരും. ബാക്കിയുള്ളവർ ആരും കാലുമേ ചെരുപ്പുണ്ടായിരുന്നില്ല. അലുമിനിയത്തിന്റെ വലിയ തൂക്കാപാത്രം, വലിയൊരു കീസൊക്കെ പൊടി അതൊക്കെ 4 കുട്ടികളിങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 2.5-3 കൊല്ലത്തോളം ഒരു സ്റ്റിക്കിന്റെ 1 റുപ്യയും 30 സെന്റും പേന കൊണ്ട് 3 കൊല്ലം എഴുതിയ മനുഷ്യനാണ് ഞാൻ. റെക്കോർഡ് ഇട്ടാൽ തബറുക്കൊണ്ട് നല്ല വേറെ വാങ്ങാൻ കഴിയില്ലായിട്ട് അന്നത്തെ രീതി അങ്ങനെയാണ്. റീഫില്ലർ അങ്ങനെ മാറ്റും. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഡിസ്പോസിബിൾ അല്ലേ പേനയൊക്കെ, യൂസ് ആൻഡ് ത്രോ ഉപയോഗിക്കുക. പക്ഷെ പേനൻ്റെ പാക്കറ്റ് കൊണ്ടു കൊടുക്കാൻ നമ്മൾ കുട്ടികൾക്ക് അല്ലേ? സത്യതല്ലേ? ആരെ ഫില്ലർ മാറ്റുന്നത്? ഉച്ചക്ക് കഞ്ഞി പറഞ്ഞാൽ കഞ്ഞി തന്നെയല്ലേ നമ്മൾ കുടിച്ചിരുന്നത്? ഇന്നിപ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞിയൊക്കെ VIP കാറ്റഗറിയിലേക്ക് മാറിയേക്കണം. ഞാൻ ഇപ്പോൾ കൊടുവള്ളിയിൽ പരിപാടിക്ക് പോയി. അവിടെ ജ്വല്ലറി ഉടമൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഇല്ല കരിച്ചവും പൊരിച്ചവും ഒക്കെ പാടെ ഉണ്ടാക്കണം. കുഴിമന്തി, കുജിലില്ലാത്ത മന്തി ഒക്കെ പാടെ കൊണ്ടുവന്ന് നിരത്തിക്കണം. അപ്പം നമ്മൾ കപ്പാസിറ്റി അനുസരിച്ച് കുറച്ചൊക്കെ തന്നു. പോരാൻ നേരത്ത് മൂപ്പർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു പളുങ്ക് പോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം. മാത്രമല്ല കൂട്ടത്തിൽ അതേപോലെ തന്നെ നല്ലൊരു പാത്രത്തിൽ വേറെ ഇതൊരു നല്ലൊരു ഐറ്റാണ്. അപ്പം നോക്കുമ്പോൾ ചേമ്പുതണ്ടും പൂളിയാണ്. മൂപ്പറിനോട് പറഞ്ഞു ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നാണ് പറഞ്ഞു. ഏത് മദ്രാസിന് കൊണ്ടുവന്നാണ് ചേമ്പുതണ്ടേ. ഈ ചേമ്പുതണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു. താളും പൂളിയൊക്കെ നമ്മൾ തിന്നുന്നതായിരുന്നു കർക്കിടക മാസത്തിൽ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു പക്ഷേ നമുക്കൊരു 50 വയസ്സായ ആളുകളോട്, ഒരു 40 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളോട് ചോദിച്ചാൽ ഈ ബുദ്ധിമുട്ടൊക്കെ കർക്കിടം വരുന്ന പേടിയല്ലായിരുന്നോ? ഇതൊരവസ്ഥ തന്നെയായിരുന്നു. തൊള്ള നന്നാക്കാൻ മീൻതലെടുത്തച്ചിൻ്റെ വല്യമ്മ പറഞ്ഞൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. തൊള്ള നന്നാക്കാൻ മീൻതല കഞ്ഞങ്ങനെ കുടിച്ച് അവസാനത്തെ ഒറ്റക്കടി ആ മീൻതലമ ഒന്ന് കടിച്ചാൽ തൊള്ളക്കൊരു രസം കിട്ടും. അതിന് വേണ്ടിയിട്ട് മീൻ ചൂടാ, പപ്പടം ചൂടാന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ചുട്ട കോഴി, പൊരിച്ച കോഴി എന്ന് പറഞ്ഞിട്ട് അതല്ല, കട്ടക്കണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇട്ടിച്ചല്ലായിട്ട് നമ്മുടെ ഇതൊന്നും അത്ര ഒരുപാട് പഴക്കമുള്ള കഥയല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്നും നമ്മുടെ സ്ഥിതി തന്നെ. വലിയ മാറ്റമൊന്നും സമൂഹത്തിൽ വന്നിട്ടില്ല. റബ്ബറിനെ ഇപ്പോൾ കുറച്ച് വില കൂടി, അതിങ്ങോട്ട് കീപ്പോട്ട് അവിടെ ചെയ്തിരിക്കണം. പണ്ടുകൊണ്ട് തേങ്ങയ്ക്ക് ഈ വില അല്ലേ? ഞാൻ സ്കൂളിൽ പോണ സമയത്ത് 3 റുപ്യക്ക് തേങ്ങ വിറ്റ് കിട്ടും. ഇന്ന് 10 രൂപ തന്നെ കിട്ടണുള്ളൂ. തമാശയില്ല. അങ്ങനെയാണ്. കാര്യമായൊരു മാറ്റമൊന്നും വന്നിട്ടില്ല വിളവുകളിൽ. നമുക്ക് കിട്ടിയ ഞാമത്തൊക്കെ ഈ ഗൾഫ് കൊണ്ട് അള്ളാഹു തആല നമുക്ക് തന്നതാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് എന്താക്കും, അവൻ്റെ വല്യാപ്പാനെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ പേരക്കുട്ടികളെ വേട്ടയാടുന്ന ചില പഹയന്മാരുണ്ട്. എന്താ, ഒരു നല്ല വണ്ടി എടുത്ത് വന്നതാണ്, ഇജ്ജങ്ങനെ നേളിയൊന്നും വേണ്ടെങ്കിൽ അതോടുകൂടെ മോനങ്ങട്ട് കൂമ്പതുള്ളത് അങ്ങനെ ഉണ്ടല്ലോ, ഒരു സ്വൈരം, ഒരു അസൂയ എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമാണ്. മനസ്സിൻ്റെ ക്യാൻസറാണ്. അള്ളാഹു കാക്കട്ടെ. നല്ലോണം ആമീൻ പറ. അള്ളാഹു കാക്കട്ടെ. ഭയങ്കര പ്രശ്നമാണ്. അസൂയ 3 രീതിയിലുണ്ട്. ഒന്ന്, ഓനെപ്പോലെ ഞാനും ആണെന്ന് ആഗ്രഹിക്കുക, ഏറ്റവും മിനിമം. ലാ ഹസദ ഇല്ലാ ഫിസ്നത്തൈൻ എന്ന് പറഞ്ഞെടുത്ത് ആ ഹസദാണ്. ഒരു ആലിമിനെ പോലെ ആഗ്രഹിക്കുക, പോലെ ആകണമെന്ന് ആഗ്രഹിക്കുക. അതൊരു ആലിം അതാണ്, അല്ലാതെ പാടില്ല.
ഓൻ്റെ വണ്ടി എടുത്തരും അല്ലെങ്കിൽ ആരുടെ നടക്കുന്നുണ്ട് ഭയങ്കര ഭയങ്കര അത് പറയുമ്പോൾ കഥ വാസിയിരുന്നോ തൊലയാൻ മതാക്കുന്നത് ബ്രഹ്മ വരം അതിന്റെ ഇരട്ടി അയലോക്കെ കരം കിട്ടിയത് സർക്കാരിന് പിന്നെ പെട്ടാണ് അപ്പൊ അയലോക്ക് പോയാലും ഓൻ കിട്ടട്ടെ ഇപ്പൊ ഇന്നത്തെ നടക്കും പിന്നെ കാട്ടുന്ന എന്താണ് അനുസരിച്ച് യാതൊരു ഞാൻ കണ്ടു പാടിയൊരു വ്യക്തി കുറെ പിന്നെ കണ്ണു കടിച്ചു നോക്കാൻ നല്ലതാണ് ആശ്വസിക്കുക മൂപ്പർക്ക് ഉണ്ടാകട്ടെ ഹയറിന് വേണ്ടിട്ട് വരക്കാവുന്നതിന് മറിച്ച് നമ്മൾ അവനവൻ്റെ ഇരിക്കും ദുന്യാവ് കൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ കീപ്പെട്ട് ആലോചിക്കാം നമുക്ക് മനസ്സിന് സുഖം കിട്ടും. എന്ത് ദുന്യാവ് കൊണ്ട് എപ്പോഴും ഇങ്ങനെ കീപ്പെട്ടാക്കുക. ഒരു ടെറസിൻ്റെ ഒരൊറ്റ നില വീട്ടിലാ താമസിക്കണമെന്ന് വെച്ചെങ്കിൽ അപ്പുറത്തുള്ള 2 നിലമ്പിക്ക് മുകളിൽ ഓടിട്ടതും മുറ്റത്ത് കട്ട വിരിച്ചതും ചുറ്റുമതിലുള്ളതും അതേമാതിരി CCTV വെച്ചോക്കെ ഇങ്ങനെ നോക്കിയെന്നാൽ പഠിച്ചോനെ പറഞ്ഞാൽ ഈ ഒറ്റ നിലക്ക് ഒരു സുഖം കിട്ടൂല. നേരെ മറിച്ച് ഒറ്റ നില വാർപ്പിൽ ഇങ്ങനെ കഴിയുമ്പോൾ ഇപ്പുറത്ത് ആലോചിക്കാണ്ട് ഓടിട്ട് ഇടയ്ക്ക് ചോർന്ന് തുടങ്ങാറാണ് മൂലം മാറ്റണം ഇത് കണ്ടുകൊണ്ട് നിൽക്കണം. അപ്പോഴാണ് പഠിച്ചോനെ എനിക്ക് ഈ ഓടിട്ട വലിയ താമരക്ക് അപ്പുറത്ത് പ്ലാസ്റ്റിക് മറിച്ചുണ്ടാക്കാനെ കുറിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് മറിച്ചിട്ടാണെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ ഷട്ടർ താത്താൻ അങ്ങാത്തിരിക്കുന്ന റോഡരികിൽ താമസിക്കുന്ന നാടോടി വെച്ചിട്ട് അപ്പൊ ഇത് ഇങ്ങനെ കീപ്പെട്ട ആലോചിക്കാൻ ഉഹ്റവിയായ കാര്യങ്ങൾ എപ്പോഴും മേപ്പെട്ട ആലോചിക്കണ്ട. മനസ്സിലാണ്ടോ? ഇപ്പൊ ചങ്ങാനോട് ഉപദേശിച്ച് എനിക്ക് നിസ്കരിച്ചൂടെ അങ്ങനെ ഞാൻ പിന്നെ മഗ്‌രിബ് ഇശാ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. മഗ്‌രിബ് ഇശാ ഇജ്ജ് മറ്റേ പോക്കരെ കുറിച്ച് ആലോചിച്ചൊക്കെ ഓൻ ഒറ്റ ഒത്തും കരിച്ചത് ഓനെക്കാട്ടിലും മെച്ചാണല്ലോ. ഞാൻ ഇവിടെ ഏതെങ്കിലും പോക്കരുണ്ടെങ്കിൽ അതിന് ബാധകമല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ പണ്ടുണ്ടായി പിന്നെ കാസർഗോഡ് ചെന്നിട്ട് വീരാൻകുട്ടി എന്നൊക്കെ അത് വെറുതെ പറഞ്ഞതാ. നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ അതേ ലക്ഷണത്തൊരു വീരാൻകുട്ടി അവിടെ ഉണ്ട്. ഇറങ്ങിയൊക്കെ ഉണ്ട് ഒരു മുണ്ടപ്പാടി പിടിച്ച് എനിക്ക് ഉസ്താദിനോടൊരു വെറുപ്പില്ല. എന്നെ കുറിച്ച് പറഞ്ഞെന്ന് ആരാ പറയാതെ ഞങ്ങളെ വിടൂലായിരുന്നു. പഠിച്ചന്നെ ഉസ്താദിനോട് ഒരു വെറുപ്പില്ല. പക്ഷെ എന്നെ വന്ന ആളെ പറഞ്ഞുതരാതെ ഞാൻ നിങ്ങളെ വിടൂല. ഞാൻ പഠിച്ച എനിക്ക് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അപ്പോഴും പറഞ്ഞ അല്ല ഇങ്ങനെ അല്ലെങ്കിൽ അതിലും കുടുങ്ങിയല്ല ഞാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഔലിയാണ് പറഞ്ഞു അതിലും കുടുങ്ങി. ഏതായിരുന്നാലും മുപ്പര ശരിയാക്കാൻ കുറേ ഇടങ്ങാറായി അങ്ങനെ. അപ്പോൾ പോട്ടെ, അപ്പം ഞാൻ ഏതെങ്കിലും പോക്കര് കൂടെ ഉണ്ടെങ്കിൽ വാതകമല്ല എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വയം ആശ്വസിക്കണം. 2 വക്ത് നിക്കരിച്ചിട്ടുണ്ടല്ലോ, അപ്പം മറ്റവനെ തീരെ കരിച്ചാൽ ഓനെക്കാട്ടിലും മെച്ചാണല്ലോ എന്ന് ആശ്വസിക്കണില്ലേറെ. പഠിച്ചവൻ 5 വക്ത് ജമാഅത്തിന് പോകുന്ന വക്ത് അനുസരിച്ച് നിസ്കരിക്കുന്ന എൻ്റെ സുഹൃത്ത് 5 വക്തിന് കിട്ടുന്നുണ്ടല്ലോ, അവനെപ്പോലെ എനിക്കും ആകണമെന്ന് ആഗ്രഹിക്കുക. ഉഖ്റവിയായ കാര്യങ്ങൾ എപ്പോഴും മേലോട്ട് ആലോചിക്കുക, ദുന്യവിയായ കാര്യങ്ങൾ എപ്പോഴും കീപ്പെട്ട് ആലോചിക്കുക. അതോടൊപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നാം സദഖ ചെയ്യുമ്പോ സഹായിക്കുമ്പോ മിന്നത്ത് വരാതിരിക്കാൻ, പൊങ്ങച്ചം നമ്മുടെ മനസ്സിന് പ്രകടനപരത വരാതിരിക്കാൻ, ആളുകൾക്ക് വേണ്ടി അമൽ ചെയ്യാന്ന് പറഞ്ഞ ശിർക്കാണെന്നാണ് മഹാനായ സയ്യിദ് മഖ്ദൂം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അമൽ ചെയ്തവൻ ശിർക്ക് ചെയ്യാണ്. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. എന്നാൽ റിയാ എന്താണ്? ആളുകൾ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒഴിവാക്കലാണ്. ഒരു നന്മ ചെയ്യുമ്പോൾ ആളുകൾ കാണും വിചാരിച്ചിട്ട് ഒഴിവാക്കുക. ഇപ്പോൾ എൻ്റെ മഹലിൽ കുറച്ചൊരു 4-5 കൊല്ലം മുമ്പ് ഒരാൾ മരിച്ച ആൾ സുന്നിയാണ്. ഈ മരിച്ച ചങ്ങായിൻ്റെ മകൻ ഒരു കട്ടകാലം പിടിച്ച് ഇടവണ്ണ എവിടെ പോയി കുറച്ചു നേരം പഠിച്ച് തലയിരിഞ്ഞോണ്ടാണ്. ഈ മനുഷ്യൻ എനിക്ക് നന്നായി അറിയാം, എന്നോട് നല്ല ആത്മബന്ധമുള്ള ആളാണ് മരിച്ച മയ്യത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഫാത്തി ഓതി യാസീൻ ഓതി ആർക്ക് പറ്റിയാലും വേണം. എൻ്റെ രീതി അങ്ങനെയാണ്, മരിച്ച ആൾക്കനുസരിച്ചാണ് ബാക്കി ചെയ്യൽ. അല്ലാതെ ഇപ്പം മരിച്ചതിനെ വരെ ഈ ഭാഗത്ത് താല്പര്യം ഇല്ലാത്തവൻ മരിച്ചിട്ട് പിന്നെ നമ്മൾ സ്വർഗത്ത് കേട്ടിട്ട് എന്താ കാര്യമുള്ളൂ. അപ്പം അത് ഇയാൾ പിന്നെ സത്യം പറഞ്ഞാൽ നല്ല മനുഷ്യനായതുകൊണ്ട് ഞാൻ ഫാത്തി ഓതി യാസീൻ ഓതി ദ്വാരക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ദ്വാരക്ക അല്ലാഹു മഗ്ഫിർ ഹാദിൽ മയ്യത്തി പഠിച്ചാൽ ഈ മയ്യത്തിന് പുറത്ത് കൊടുക്കണേ, ഖബർ വിശാലായി കൊടുക്കണേ, നരകത്തിന് രക്ഷ കൊടുക്കണേ, സ്വർഗത്തിന് വിരിപ്പ് കൊടുക്കണേ, സ്വർഗത്തിന് വാതിൽ തുറന്നു കൊടുക്കണേ, ഇങ്ങനെ ദ്വാരക്ക. ഈ മനുഷ്യൻ്റെ മകണ്ട് ചങ്ങായി ഇങ്ങനൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? മൂല്യർ അങ്ങനെയൊക്കെ പറയും പഠിച്ചോനെ എൻ്റെ അഹപ്പാക്കാതൊന്നും അങ്ങനെ. എനിക്കിതൊരു വല്ലാത്ത ഇടങ്ങാറായി. ഞാൻ ഓനെ വൈകുന്നേരത്ത് പള്ളിയിൽ കുളിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പട പയ എനിക്ക് കുറച്ച് അഫ്ദുൽ ഉൽമയൊക്കെ പഠിച്ച ആളല്ലേ ചെയ്യും, എൻ്റെ ബാപ്പാക്ക് പുറത്തു തരണം മിനിമം ഒരു ആമീൻ പറയാൻ അതിനെങ്കിലും ഉള്ളൊരു മനസ്സിനെക്കാട്ടിലേറെ എനിക്ക് കിടപ്പാടില്ലേ, എന്തേ പറയുന്നു വെച്ചു. അതിലോൻ പറഞ്ഞു, പിന്നെ ഉസ്താദ് അതിന് ആമീൻ പറയാൻ പൂതില്ലായിട്ടല്ല, മൗലവി ഇന്നെങ്ങനെ നെരിയിട്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ പള്ളിയിലത്തെ ഇമാമുണ്ട്, അവിടുത്തെ മൗലവി
ഓനെങ്ങനെ നോക്കണം. അപ്പം അള്ളാഹിനെക്കാട്ടിലും വലുത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ആളുകൾ കാണുന്ന വിചാരിച്ച അമൽ ഒഴിവാക്കലാണെന്ത് ലോകമാന്യം. ആളുകൾ കാണാൻ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അമൽ ചെയ്യാൻ പങ്കെടുക്കല. അള്ളാഹു തആല നമ്മളെ രക്ഷിക്കട്ടെ. അജാതി മക്കളുണ്ടാണ് ചിലർ തെങ്ങിന്റെ ചോദിച്ചിട്ടല്ലേ മനസ്സിലുണ്ടോ? ബാപ്പാനെ കുറിച്ച് ഓർക്കാത്ത മക്കളുണ്ടായിരുന്നല്ലേ. ഒരു തെങ്ങിന്റെ ചോദിച്ചിട്ടാല് അതിന്റെ പട്ട കൊണ്ട് ആരെങ്കിലും തടുക്കുണ്ടാക്കി അതിന്റെ കൂലി കിട്ടുവാക്കാൻ പറയും. ഒരു തേങ്ങ ആരെങ്കിലും കൂട്ടാൻ വെച്ചാൽ അതിന്റെ കൂലി കിട്ടും. ഈ ജാതി മക്കൾ ഉണ്ടായിട്ട് ഒരു തെങ്ങിന്റെ ഉപകാരം കൂടി ഉണ്ടാവില്ല. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മക്കൾക്കൊക്കെ ഇത് ശീലിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തആല നമ്മുടെ മക്കൾക്ക് ശരിയായ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മിന്നത്ത് വരരുത്, ലോകമാന്യം വരരുത്. അതേപോലെ തന്നെ ആളുകൾ കൊടുത്തോരെ ദ്രോഹിക്കരുത്. നമ്മൾ കൊടുത്ത ആൾക്കാരെ ദ്രോഹിക്കരുത്. പിന്നെ പരസ്യം സ്റ്റേജിൽ നിന്ന് കൊടുക്കണതിനാ അത് മറ്റൊരാൾക്ക് പ്രോത്സാഹനം. ആ നിയ്യത്തേ പാടുള്ളൂ, അല്ലാതെ ഒന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചല്ലോ. നമ്മുടെ ഏറ്റവും പ്രധാന എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ആവർത്തിക്കുന്നത് റഹ്മാനു റഹീമായ അള്ളാഹിന്റെ നാമം. അസ്മാഉൽ ഹുസ്ന അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? റഹ്മാനും റഹീമുമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് മന്നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ നഫസ അല്ലാഹു അർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ വമൻ യസ്സറ അൻ മുഅ്സിരിൻ യസ്സറ അല്ലാഹു അലൈഹി ഫിദ് ദുനിയാ വൽ ആഖിറ വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരു മനുഷ്യന്റെ ദുന്യാവിന്റെ ഭൗതികമായ ഒരു വിഷമം അകറ്റിയാൽ അവന്റെ പരലോകത്തെ 1000 വിഷമങ്ങൾ അല്ലാഹു അകറ്റി കൊടുക്കും കേട്ടോ. ഒരാളെ പ്രയാസം ഒരാൾക്ക് ലഘൂകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവന്റെ പരലോകത്തെ പ്രയാസങ്ങൾ അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരുന്നാൽ അവനെ സഹായിച്ചു കൊണ്ടിരിക്കാൻ അല്ലാഹു ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ കാരുണ്യവാനായ അല്ലാഹ് കരുണയുള്ള നിങ്ങളോട് കരുണ കാണിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലാഹു കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കണേ, നല്ല ഹബീബായ തങ്ങൾ മനുഷ്യരോട് മാത്രമല്ല ജന്തുജാലങ്ങളോട് ഇടജന്തുക്കളോട് എല്ലാത്തിനോടും കാരുണ്യം കാണിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. യുദ്ധഭൂമിയിലേക്ക് സൈന്യത്തെയും കൊണ്ട് നടന്നു പോകുമ്പോ തന്റെ കൂടെയുള്ളവരെ തടഞ്ഞു നിർത്തിയിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം നിൽക്കാൻ പറയുമ്പോ സഹാബത്ത് ചോദിച്ചു മാലക യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്താ നബിയേ നിങ്ങൾ ഇങ്ങനെ തടഞ്ഞു വെക്കാനുണ്ടായ കാരണോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സഹാബ നിങ്ങൾ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കൂ. ഈ വഴിക്ക് നടന്നുപോയതിന് മുമ്പേ നടന്നുപോയ ആരോ ഒരു ഉറുമ്പിന്റെ വരിയിൽ ചവിട്ടിയിട്ടുണ്ട്. ഉറുമ്പിന്റെ വരി ചവിട്ടി എന്താവും? കുറച്ച് ഉറുമ്പുകൾ ചത്തു. ഉറുമ്പുകൾ ചത്തങ്ങൾ ശ്രദ്ധിച്ചോണ്ടോ എനിക്കറിയില്ല. ഉറുമ്പുകൾ ചത്താൽ ആ ഉറുമ്പ് ചാടിക്കടന്ന് മറ്റേ ഉറുമ്പ് പോവില്ല, പറിച്ച് ആ ഉറുമ്പിന്റെ മയ്യത്തും കൊണ്ടേ പോവുള്ളൂ. ശ്രദ്ധിച്ചോക്കെയാണ് നിങ്ങൾ. ഉറുമ്പിന്റെ മയ്യത്തും കൊണ്ട് ആ ഉറുമ്പിന്റെ ശരീരം കൊണ്ടേ പോകുള്ളൂ, അല്ലാതെ എന്താവില്ല. നമ്മൾ നാഷണൽ ഹൈവേയിൽ ഒരാൾ മരിച്ചിട്ട് 18 വണ്ടിയാണ് മയ്യത്തിന് മുകളിൽ കൂടി കയറി. 18 വണ്ടി അവസാനം ഒരു വടിച്ചെടുക്കുകയാണ് ഭൗതിക ശരീരം. നമ്മൾ അത്രത്തിൽ വന്നല്ലേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കി നിങ്ങൾ, ഉറുമ്പുകൾക്ക് വലിയ സംഘബോധമുള്ള ജീവിയാണ്. അതുകൊണ്ടാണ് നംൽ എന്നൊരു അധ്യായം തന്നെ ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അല്ലാഹുവിനോട് പരാതിപ്പെട്ട പടച്ചോന്റെ പടപ്പുകളായത്. അതുകൊണ്ട് നമുക്ക് അല്പനേരം കാത്തിരിക്കാം, ഉറുമ്പൊന്ന് വരിയാവട്ടെ. ഉറുമ്പിന് വേണ്ടി കാവലിരുന്നു നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ ഉമ്മമാരൊക്കെ വെറുതെ ഉറുമ്പുകളൊക്കെ കൊല്ലരുത്. ബീതനമൊക്കെ അടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ കൈക്കലേറ്റുണ്ട് ഒരു തുടക്കൽ, പടച്ചോനെ ചിരിചിരിന്ന് പറഞ്ഞിട്ട് അടുപ്പൊക്കെ കരിച്ചു കൊല്ലാൻ ഒരിക്കലും അല്ലാഹു തആല നമുക്ക് അവകാശം തന്നിട്ടില്ല. കരിച്ചു കൊല്ലാൻ നമുക്ക് അത് പടച്ചോന്റെ മാത്രം അവകാശം. ചെയ്യരുത്, വീട്ടിൽ ബർക്കത്തില്ലാണ്ടായി പോവും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കി നിങ്ങൾ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബത്തിനെ തടഞ്ഞു നിർത്തി. വിവാഹത്തങ്ങൾ പറഞ്ഞു ഉറുമ്പൊന്ന് വരിയായിക്കോട്ടെ.
ഇത് കണ്ടിട്ടല്ലേ ശ്രീനാരായണ ഗുരുസ്വാമികൾ ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ളൊരനുകമ്പയും സദാ, ഒരു പീഡനം ഉറുമ്പിന് പോലും ഏൽപ്പിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പാടുന്നത് അഹമ്മദ് മുഹമ്മദ് അബൂബക്കർ അല്ല, സാക്ഷാൽ ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. ശ്രീനാരായണ ഗുരുസ്വാമികൾ അവസാനം പാട പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് മുത്തുനബിയെ കുറിച്ച് പാടി ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. പക്ഷേ സ്വാമിയെയും കൊണ്ട് നടക്കുന്ന ഇന്നത്തെ ആളുകൾക്ക് ആ പേര് പറയാനുള്ള അവകാശമുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കണം. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്രദ്ധ പോയാൽ ഞാൻ ഇപ്പോൾ പ്രസംഗം നിർത്തും. നോക്കണേ, ഉറുമ്പിന് കാവലിരുന്നു നബിയുനാ റസൂലുള്ളാഹി. ഇസ്രായേൽ കുടുംബത്തിൽ ഒരു പെണ്ണ് ജീവിച്ചു. അവളൊരു പട്ടിയെ വളർത്തിയിരുന്നു, ഒരു പൂച്ചയെ വളർത്തിയിരുന്നു. പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, പുറത്തുപോയി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അനുവാദം കൊടുത്തില്ല. അങ്ങനെ ചെങ്ങലയിൽ കിടന്ന ആ പൂച്ച ചത്തുപോയി. മുത്തുനബി പറയുകയാണ്, ആ ചത്തുപോയ പൂച്ച കാരണം ആ ഇസ്രായേൽ കുടുംബത്തിൽ വളർന്ന ആ പെണ്ണു നരകത്തിലാ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിന്റെ വെളിച്ചത്തിലാവാം ഒരു പക്ഷേ പൂച്ചയെ കൊന്ന കയ്യു ഇറക്കുന്നൊക്കെ പറഞ്ഞ പഴയ ആൾക്കാർ ബേജാറാക്കി. പൂച്ചയെ കൊന്നാൽ പൂച്ചനെ കൊന്ന രണ്ട് കാര്യം. ഒന്ന്, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പൂച്ചന്റെ മഹത്വം അറിയലായിരിക്കാം. രണ്ട്, പൂച്ചൻ്റെ അടുത്തേക്ക് ഒരു റൂം, പൂച്ചൻ്റെ തനി സ്വഭാവം കാണണമെങ്കിൽ ഒരു വാതിലടച്ചിട്ട് റൂം കിട്ടും. പൂച്ചൻ്റെ അടുത്തേക്ക് ഒരു വടിയേറ്റം ചെന്ന് നോക്കൊണ്ടു. പൂച്ചൻ നിന്നിട്ടൊന്നും ചീറിയാണ്ടല്ല മണ്ടാന്തല്ല ഉണ്ടാവില്ല. കാരണം പൂച്ച പുലിയാവാനും അറിയും പൂച്ചക്ക്, എലിയാവാനും അറിയും പൂച്ചക്ക്. അതാണ് പൂച്ചൻ്റെ പ്രത്യേകത. അത് ഈ മിശ്ര ബുക്കുകളായ ജീവിയുടെയൊക്കെ പ്രത്യേകത. സസ്യബുക്കായ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെറും ഇങ്ങനെ അടങ്ങി മാന്, ആട് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാനാണ്. മാംസബുക്കായ ജീവികളെ സംബന്ധിച്ചിടത്തോളം വല്ലാണ്ട് ക്രൂരത കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ ലാസ്റ്റ് കൊണ്ടുവരാം. നിങ്ങളിങ്ങനെ ബേജാറായില്ലേ കേട്ടോ, അവിടെ ഇരിക്കും. നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ പോവാണ്. അവിടെ ഇരിക്കും. പ്രധാനമായിക്കണോ? എന്താ പറഞ്ഞേ? ഞാൻ ഒരു അധ്യാപകനാണ്. നിങ്ങളിങ്ങനെ കൊണ്ട് ഒരാൾ കോട്ടുമായിട്ട് അതിൻ്റെ പകുതി ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് വിചാരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞെന്തേ, മിശ്ര ബുക്ക്. പൂച്ചക്ക് പുലിയാവാനും കഴിയും, എലിയാവാനും കഴിയും. ആടാവട്ടെ മാന് പോലുള്ള സസ്യാഹാരം മാത്രം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനേ പറ്റും. മാംസാഹാരം മാത്രം കഴിക്കുന്ന മഹാക്രൂരന്മാരൊക്കെ വരും. പുലിയാവട്ടെ സിംഹാവട്ടെ ഐറ്റങ്ങൾക്ക് പിന്നെ എന്താവില്ല, എന്നിട്ട് വഴങ്ങി കിട്ടില്ല. സസ്യവും മാംസവും ഒരുപോലെ കഴിച്ചാൽ ഓന് രണ്ടിനും കഴിച്ചു. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യനുണ്ടല്ലോ, മനുഷ്യന് അതേ സ്വഭാവം പൂച്ചക്കും. കാര്യം നേടാൻ പൂച്ചക്ക് നിങ്ങൾ മീനൊക്കെ തിന്നുമ്പോൾ കാലിലോട്ട് വന്നിട്ടൊരു നൊലോച്ചാണ്ടല്ലോ, പഠിച്ചവനെ തൊള്ളി കൊണ്ടുകൊണ്ടാണ് കൊടുക്കും. അല്ലേ ഒരു വല്ലാത്ത സംഭവക്കാരൻ. എന്നാൽ പൂച്ചൻ്റെ തനി സ്വഭാവം കാണണമെങ്കിൽ എന്ത് വേണമെന്ന് നിങ്ങൾ ഒരു വാതിലൊക്കെ അടച്ചിട്ടൊരു പൂച്ചൻ്റെ അടുത്തേക്ക് ഒരു വടിയേറ്റൊന്നും ചെന്ന് നോക്കൊണ്ടു. പൂച്ച കൊണ്ട് നിന്നിട്ട് ഒരു ഒച്ച ഉണ്ടാക്കിയാണ്ടല്ലോ അങ്ങനെ അടുക്കാൻ കഴിയൂല. നോക്കിയാണ് ആളെ. മാത്രമല്ല പൂച്ച നല്ല ധൈര്യമുള്ള ജീവിയാണ്. പൂച്ചൻ്റെ 3 ഇരട്ടിയുള്ള പട്ടിനെയൊക്കെ ഒറ്റ അടിക്ക് ഇങ്ങോട്ട് ശരിയാക്കും. പൂച്ചയും പട്ടിയും തിരക്കൂടിയാൽ ആരായിക്കല്? നിങ്ങളതൊന്നും നോക്കലില്ല എന്ന് തോന്നിട്ട്. അതൊക്കെ കാണണം. ഈ പ്രകൃതിയിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറെ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ വെറും മുരിങ്ങക്കായ് തിന്നാൽ മതി എന്നാ. അതൊന്നല്ല. അല്ലാഹു തആല 2 രീതിയിലുള്ള പല്ല് തന്നു നമുക്ക്. മുമ്പിൽ കൂർത്ത പല്ലും പിന്നെ കോട്ടിൽ പരന്ന പല്ലും. അത് മിശ്ര ബുക്കുകളുടെ സ്വഭാവമാണ്. ആനക്ക് അല്ലാഹു തആല പരന്ന പല്ലേ കൊടുത്തിട്ടുള്ളൂ. ആന ഇറച്ചി തിന്നണ്ട, ആന പനമ്പട്ട ഇങ്ങനെ ചടങ്ങാൽ മതി. മാനിന് അല്ലാഹു തആല, പോത്തിന് അല്ലാഹു തആല പരന്ന പല്ലേ കൊടുത്തുള്ളൂ. സിംഹത്തിനും പുലിക്കും അല്ലാഹു തആല കൂർത്ത പല്ലുകളെ കൊടുത്തുള്ളൂ. എന്നാൽ ഇത് രണ്ടും തന്നു അല്ലാഹു തആല നമുക്ക്. അതിനർത്ഥം എന്താ? ആവശ്യത്തിന് ഇറച്ചി തിന്നണം, കുറച്ച് കഴിഞ്ഞാൽ പച്ചക്കറി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പൂച്ചയെ വളർത്തിയാൽ ആ പൂച്ചക്ക് അന്നം കൊടുക്കാതെ ആ പൂച്ച ചത്തുപോയത് കാരണം ഇസ്രായേൽ പെണ്ണ് നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു ദുർനടപ്പുകാരി പെണ്ണ് ആഴമേറിയ കുടിയെന്ന് ഇത്തിരി വെള്ളം കിട്ടി
അത് കുടിക്കാനൊരുങ്ങുമ്പോ തന്നെ കാൽ ചുവട്ടി ചാവാൻ കിടക്കുന്ന ഒരു പട്ടിയെ കണ്ടു. ആ പട്ടി വാ പൊളിച്ച് കിടക്കുന്നത് കണ്ടപ്പോ താൻ കുടിക്കാനൊരുങ്ങുന്ന വെള്ളം തന്നെ കാലിൽ നനച്ച് ഷൂ അടിച്ചിട്ട് അതിലേക്ക് ഒടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പട്ടിയുടെ വായിലേക്കൊന്ന് തിരിച്ചു കൊടുത്തപ്പോ ആ പട്ടി ജീവിതത്തിലേക്ക് തിരികെ വന്നു. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, ദുർനടപ്പുകാരിയായ വേശ്യയായ പെണ്ണിന് പട്ടിക്ക് ഒരു നേരത്തെ വെള്ളം കൊടുത്തത് കാരണം അവൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പൂച്ച ചത്തുപോയത് കാരണം നരകം, പട്ടിക്ക് വെള്ളം കൊടുത്തത് കാരണം സ്വർഗം. തങ്ങൾ പറയാ, ഒരിക്കൽ ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മോനെ നിന്നെ സ്വർഗത്തിലേക്ക് കടത്തിയത് എന്താ? അയാൾ പറഞ്ഞു, ഞാൻ കൂടുതൽ അമലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ നടന്നു പോരുന്ന വഴിയിലേക്ക് ആളുകൾക്ക് മാർഗതടസ്സമുണ്ടായ ഒരു മരത്തിന്റെ കൊമ്പ് ഇതുപോലെ ചാഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഒട്ടകപ്പുറത്ത് പോകുന്നവരും കച്ചവട സംഘത്തിനും കാഫില സംഘത്തിനും വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉടമസ്ഥന്റെ അനുവാദപ്രകാരം ആളുകൾക്ക് യാത്ര സൗകര്യം ഒരുക്കി ഞാൻ ആ മരത്തിന്റെ കൊമ്പൊന്ന് വെട്ടിമാറ്റി. അത് തഖബ്ബലല്ലാഹ്, അത് അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചു. അതാണ് എന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വർഗാവകാശി പറഞ്ഞു. സഹിയായ ഹദീസ്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് വലിയ കാര്യമൊന്നും ചെയ്യണ്ട, ചെയ്യണത് എന്ത് വേണം? നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യണം. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. അല്ലെങ്കിൽ നല്ല വർത്താനം പറയാൻ നല്ല കാര്യം. എനിക്കൊരു 10 റുപ്യ തരുമോന്ന് ചോദിച്ചാൽ ഒരു 500 റുപ്യ കൊണ്ട് ഏറാണ് കൊടുത്തോനെ, പണ്ടാരടക്കുക എന്നിട്ട്. പക്ഷെ കാര്യമല്ല, 10 റുപ്യ വെച്ചാൽ 1 റുപ്യ കൊടുക്കണത്. പക്ഷെ ചിരിച്ചുകൊണ്ട് നല്ല കൽബുകൊണ്ട് കൊടുത്ത അതിനാണ് കൊടുക്കണത്. എണ്ണണ്ടായിട്ട് മനസ്സാണ് പ്രധാനം, കൽബുകൊണ്ട് കൊടുക്കാൻ പറ്റണം, സഹായിക്കാൻ പറ്റണം. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തതാ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പോയാൽ നബി തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ പറ്റും. ഒരു യാത്രാമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി, ഒരു മാൻപേട കടന്ന് കണ്ണീര് വാർക്കുന്നു. നബി തങ്ങൾ ഈ മാനിന്റെ അടുത്തേക്ക് ചെന്നു, ചോദിച്ചു, എന്താണ് നിന്റെ പരാതി? ഈ മാൻപേട പറഞ്ഞു, നബിയേ, പാല് നിറഞ്ഞെന്റെ അകിട് കടന്ന് വേദനിക്കുകയാണ്. എന്റെ കുഞ്ഞുമക്കൾ കാട്ടിലാണ് കഴിയുന്ന, ഇയാൾ എന്നെ പിടിച്ചുകൊണ്ടുവന്നതാ. എന്റെ മക്കൾ ഭക്ഷണം കിട്ടാതെ, മുലപ്പാല് കിട്ടാതെ മരിക്കാൻ പോവാ. എന്നെ ഒന്ന് വിട്ടുതരാൻ പറയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബദവിയായ കാട്ടറബിയായ മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞു, ഈ മാനിനൊന്ന് വിട്ടേക്ക്, അത് കാട്ടു. ഇയാൾ പറഞ്ഞു, മുഹമ്മദ് എനിക്ക് സുഖമില്ലാന്ന് ഞാൻ പറയുന്നു കേട്ടിട്ടുണ്ട്. ഞാൻ സുഖമില്ലാന്ന് എല്ലാരും ഇങ്ങനെ പറയുന്നേക്കാം. അല്ലെങ്കിൽ കാട്ടുന്ന് ഞാൻ തന്ത്രപരമായി പുടൻപേട ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാൻപേട തിരിച്ചു വന്നിട്ട് വിട്ടാൽ മതി, എന്നൊരു ജാമ്യമായി സ്വീകരിക്കാൻ മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ടപ്പോ ഇയാൾ തരിച്ചു. എന്ത്? മാൻപേട വന്നെങ്കിൽ വിട്ടാൽ മതി, അല്ലെങ്കിൽ തലസ്ഥാനത്ത് മുഹമ്മദിനെ നിർത്താൻ പറഞ്ഞു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ നിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സമയം അധികം വൈകിയില്ല. വളരെ സന്തോഷത്തോടുകൂടെ ആ മാൻപേട നടന്നു വരുന്നത് കാണുമ്പോ ഈ ബദവിയായ മനുഷ്യൻ കണ്ണുള്ളിലോട്ട് തള്ളുന്നത് പോലെ അനുഭവപ്പെട്ടിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ മുഹമ്മദ് നബിയാണെന്ന കാര്യത്തിൽ ഇനി എനിക്കൊരു തെളിവ്. തൊട്ടാൽ കയറ് വിട്ടാൽ ഓടുന്ന മാൻപേടയെ തന്റെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി തിരിച്ചു കൊണ്ടുവന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി അംഗീകരിച്ചു, ഹാത്തുച്ചരിച്ചു. മുത്തുനബി മറ്റൊരിക്കൽ യാത്ര ചെയ്യാം. ഒരൊട്ടകം വന്ന് മുത്തുനബിയുടെ കബളിന്റെ അരികത്ത് വന്നിട്ട് ഇറ്റി വീഴുന്ന കണ്ണീരിങ്ങനെ കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ ആ ഒട്ടകത്തെ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ? ഒട്ടകം സങ്കടം പറഞ്ഞു. നബി തങ്ങൾ ഉടനെ അതിന്റെ യജമാനന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ, ഈ ഒട്ടകത്തിന്റെ പേരിൽ നിനക്കുള്ള അധികാരമുണ്ടല്ലോ, അതിലേറെ വലിയ അധികാരം
നിന്റെ പേര് നിന്റെ തമ്പുരാന് അള്ളാഹുവിനുണ്ട് കേട്ടോ, അത് നീ മറക്കരുത്, അത് നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങള് ഈ ഒട്ടകത്തിന് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കാനോ ഒട്ടകത്തിന്റെ ചുമലിലുള്ള ഭാരം ലഘൂകരിക്കാനും കൽപ്പിച്ചു. കാരണം അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒട്ടകത്തോട്, ഉറുമ്പിനോട്, പൂച്ചയോട്, പട്ടിയോട് എന്തിനേറെ പറയാം. നിസ്കാരത്തിൽ പോലും കുഞ്ഞുമക്കളെ ചുമലിലേന്തിയിട്ട കുട്ടികളെടുത്ത് നിസ്കാരം നിർവഹിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. സുജൂദിലേക്ക് പോയ സമയം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് ഹബീബാ തങ്ങളെ ചുമലിൽ ഇരുന്നിട്ട് കുതിരയെ തെളിക്കുന്നത് പോലെ ചെവി പിടിച്ചു തിരിച്ചു. സഹാബത്ത് പുറകിലുണ്ട്. 50 ആയത്ത് ഓതുന്ന സമയം മുത്തുനബി സുജൂദിൽ തന്നെ കിടന്നു. നിസ്കാരം കഴിഞ്ഞേക്ക് സഹാബത്തെ കൂടി ചെന്നിട്ട് മുത്തുനബിയോട് ചോദിച്ചു, അല്ല നബിയെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നിസ്കാരമൊക്കെ ഇത്ര നീളോ? ഇവിടുന്ന് നിസ്കാരമൊക്കെ? കാരണം സുജൂദ് ഒരുപാട് നീണ്ടു. നബി തങ്ങൾ പറഞ്ഞു, ഇല്ലേ ഇല്ല, എന്റെ പേരക്കുട്ടി ഹുസൈൻ എന്നെ വന്നിട്ട് വാഹനമാക്കി, ഞാൻ അവനെ കരയിപ്പിക്കണ്ട, എന്റെ കുഞ്ഞുമോനെ വേദനിപ്പിക്കണ്ട എന്നോർത്ത് സുജൂദിൽ തന്നെ കിടന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കുങ്ങള്, ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ചൊല്ലുന്നു ഉഷാറായിട്ട് സലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. എന്നാലോ മുത്തുനബി കാണിച്ച സഹിഷ്ണുതയോ, ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത ആള്, രക്ഷപ്പെട്ട ആളുകൾ. നബി തങ്ങൾ യാത്രാമത്തെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചുകൊട്ടി കിടക്കുമ്പോൾ തൻ്റെ വാള് മരക്കൊമ്പത്തെ തൂക്കി വെച്ചു അല്ലേ. ഉറക്കണീക്ക് നോക്കുമ്പോൾ ഒരു ബദവിയ, തൻ്റെ ശത്രുവായ ഒരു മനുഷ്യൻ വന്നിട്ട് നബി തങ്ങളുടെ ചൂണ്ടിയിട്ട് ചോദിച്ചു, മയ്യംനഉക മിന്നി അല്ലേ, ആരാണ് മുഹമ്മദേ നിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കാനുള്ളത്? മുത്തുനബി പറഞ്ഞു, അല്ലാഹ്. ഒറ്റ പറച്ചില്, എടറിയോ പതറിയോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ലാഹ്. കേട്ടതോടുകൂടി അയാളെ കൈ വറച്ചു, വാള് താഴെ വീണു. ഉടനെ നബി തങ്ങൾ ആ വാളെടുത്തു, അയാൾ തിരിച്ചു വെച്ചു, മയ്യംനഉക മിന്നി, മുഹമ്മദ് നിന്നെ തടയാൻ ആരാ? ഇയാൾക്കൊരു പേര് പറയാന് ഉണ്ടായില്ല. കാരണം 900 പടച്ചോണ്ട് എയിനെ വിളിച്ച വേണ്ടല്ലോ, ഒന്നായതുകൊണ്ടാണല്ലോ നമുക്ക് അതിൻ്റെ സുഖമുള്ളത്. മറ്റേത് ഒരു പടച്ചോനെ വിളിച്ചാൽ മറ്റേ പടച്ചോനെ ഈറടിച്ചു എന്നുള്ള ബേജാറുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഏതായിരുന്നാലും ഒറ്റ ഇയാൾ കുടുങ്ങി. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ വിടാണ്. ഞാൻ നിന്നെ പോകുന്ന പോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, നീ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞില്ല. കഴിച്ചിലായതിന്റെ നന്ദിയും കൂടി കിട്ടില്ല. നീ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. വിശ്വസിക്കൂല. പിന്നെന്താ ചെയ്യാ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മുഹമ്മദേ, ഇനി നിന്നോട് ആരെങ്കിലും യുദ്ധം ചെയ്യുന്നൊരു സമയം വന്നാൽ ശത്രുവിന്റെ ഒപ്പം ശത്രുവിനെ സഹായിക്കൂല. നിന്നെ എതിർക്കുന്ന ഒരു ശത്രുവിനെ ഞാൻ ഇനി സഹായിക്കില്ല. അതൊരു വലിയ മാറ്റമായിരുന്നു. പക്ഷെ അയാൾ നാട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്നു, ഗോത്ര തലവന്മാരെല്ലാം വിളിച്ചു വരുത്തി. അയാളൊരു പ്രഖ്യാപനം നടത്തി, ഞാനിപ്പോ വരുന്നത് മിൻ ഖൈറിൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ അരികത്ത് നിന്നാ ഞാനിപ്പോ വരുന്നതെന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അയാളങ്ങ് പറഞ്ഞതോടുകൂടെ കൂട്ടമാഴയുള്ള നാട്ടുകാരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ് തങ്ങളുടെ അരികത്തേക്ക് എത്തി. എന്താ സംഭവം? ഒറ്റ സമീപനമാണ്. അവിടെ രക്ഷപ്പെടുത്തി. പക്ഷെ അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കി. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ ശത്രുക്കൾക്ക് കഴിയണം. നമ്മളിങ്ങനെ പൂർവികരുടെ കഥ പറഞ്ഞിട്ട് വികാരം കൊള്ളുകയാണ്. അങ്ങനെയല്ലേ? അങ്ങനെ പറയാണ്, ചരിത്രത്തിന്റെ ഇതളുകളിൽ നിന്ന് തിന്മകളുടെ മാലിന്യങ്ങളെ വിഭാടനം ചെയ്തവനാരാ? മനുഷ്യന്റെ പാദങ്ങളെ വരിഞ്ഞു മുറുക്കിയ അടിമത്തത്തിന്റെ ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞവനാരാ? എന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച വിശ്വാസിയുടെ കരുത്തുള്ളവനാരാ?
मेरे ഖഅബോं के जबीनों से बसाया किसने എന്റെ കഅബാലയത്ത് നെറ്റിത്തടം കൊണ്ട് പുളകം ചാർത്തിയവനാരാ അതൊക്കെ പൂർവികരായ മഹത്തുക്കളുടെ ജീവിതമെങ്കിൽ നീ എവിടെ നിൽക്കുന്നു മോനെ? ഹാത്ത് പർ ഹാത്ത് ദറേ മുന്തസിറേ ഫർഡായേ, ഹാത്ത് പർ ഹാത്ത് ദറേ മുന്തസിറേ ഫർഡായേ. കയ്യും മേൽ കയ്യും കെട്ടിയിട്ട് ആലസ്യത്തിന്റെ മൂടുപടമണിഞ്ഞ് നിഷ്ക്രിയത്വത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നീ ആപതിച്ചു പോയാൽ ഇല്ല മുഅ്മിനേ, നിനക്ക് തിരിച്ചു വരാനാവില്ല. നിനക്കൊരിക്കലും ഉണർത്തുപാട്ടുണ്ടാവില്ല. നിന്റെ ഉള്ളിൽ മാറ്റത്തിന്റെ മാറ്റൊലി മുഴങ്ങില്ല. അതുകൊണ്ട് പൂർവികർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് പോകാനും നമ്മുടെ മനസ്സിന് ജീവിതത്തെ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് സമർപ്പിക്കുവാനും കഴിയണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. മുന്നോട്ട് പോവുക മുത്തുനബി നമുക്ക് കാണിച്ചു തന്ന അതാണ്. അത് ഇന്നതെന്നൊന്നുമില്ല. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഹബീബാട്ടങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ടല്ലേ മുത്തുനബിയെ കുറിച്ച് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിന തൂ അറബ് കേലിയേ ന തൂ അജം കേലിയേ ന തൂ അറബ് കേലിയേ ന തൂ അജം കേലിയേ തൂ ദസ്തുമാൽ ബേകസം കേ ചശ്മ കേലിയേ ന തൂ അറബ് കേലിയേ ന തൂ അജം കേലിയേ. നബിയെ, അങ്ങ് അറബികൾക്ക് മാത്രം വന്ന ദൂതനല്ല, അങ്ങ് അനറബികൾക്ക് മാത്രം വന്ന ദൂതരല്ല. ലോകത്തെവിടെ കണ്ണീർ വാർക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം കണ്ണീർ തുടക്കുന്ന തൂവാലയാ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വൃത്തത്തിലും നമുക്ക് തൂവാലയുടെ ധർമ്മം നിർവഹിക്കാനാവണം. എൻ്റെ കൂടെ കഴിയുന്നവൻ, എൻ്റെ സഹകാരി എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്ന എൻ്റെ വിഷമമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ദേശവും ഭാഷയൊന്നും അതിർവരമ്പുകൾ തീർക്കാൻ പാടില്ല. സ്നേഹോഷ്മളമായ പെരുമാറ്റത്തിലൂടെ ഇസ്ലാമിൻ്റെ ചിത്രവും ചരിത്രവും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. റബ്ബ് തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖ്ഖീങ്ങൾ നമ്മയും ബന്ധപ്പെട്ട് അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞവരൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയത്. അങ്ങനെയല്ലേ സുകുമാർ കക്കാട് ജീവിച്ചിരിപ്പുള്ള ആളാണ്. നബി തങ്ങളെക്കുറിച്ച് പറഞ്ഞ് കലഹങ്ങൾ തീർത്തു, പരസ്പരം മനസ്സ് ബന്ധിപ്പിച്ചു, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്ര കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായകൻ മുഹമ്മദ് മുസ്തഫ. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായകൻ മുഹമ്മദ് മുസ്തഫ. ഈ വൈജാത്യങ്ങളെല്ലാം മറന്നൊന്നാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്. അങ്ങനെയാണ് മൈക്കിൾ എച്ച് ഹാർട്ടൊക്കെ പറഞ്ഞു, നബിതങ്ങൾക്ക് ലോക സ്വാധീനം ചെലുത്തിയതിൽ പ്രഥമ സ്ഥാനം കൊടുത്തപ്പോൾ മേ ബി ക്വസ്റ്റ്യൻ ബൈ അതേഴ്സ്, ആളുകൾ എന്നെ ചോദ്യം ചെയ്ത് ₹1 കൊടുത്തോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവനൻ്റെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 4 തേങ്ങ, ഒരു ₹101 വേറെ ആരെങ്കിലും പറഞ്ഞാണി വേഗം കൊടുത്താണി, അല്ലെങ്കിൽ ഞാൻ തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലത്തെ കൈ കൊണ്ട് കൊടുക്കും. ബിസ്മില്ലാഹിർ. എന്താണ് 3 കോയമുട്ട തസ്കറിനും കിടക്കട്ടെ. ₹101 മുപ്പരക്കൊന്ന് മേക്കോളെ. വേറെ 4 കോയമുട്ട. അതിന് ആരെങ്കിലും ഒന്ന് കൈ വന്നിച്ചു ഒരു ₹101 എടുത്താണ്. വേഗം പറയും. ബിസ്മില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കൊടുക്കും. വേമാണ് നേരല്ല നമുക്ക്. ഒരു ചാക്ക് പൂള. അതിനെത്ര? 101 തന്നെ ആയിക്കോട്ടെ, അതിൽ കുറയണ്ട. ഒരു ₹101 ആരെയും കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാ. ആർക്കാണ്? അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും ഒന്ന് സഹോദരിമാർക്ക് കൊടുക്കുക. പൂവടക്കങ്ങൾ തന്നെ തന്നോളൂ. എവിടെ ആരെങ്കിലും ചെറുക്കന്മാർ ഒരു ₹101 പറയും. ഒരുപാട് ആൾക്കാർ എന്താ കൊടുത്താൽ. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്താണത്? സംസമാണ്. അതിന് ലേലം വിളിച്ചൂടാ.
ഒരു 101 റുപ്യ ആരെങ്കിലും പറയും. അള്ളാഹു ഇത് ഉപയോഗിക്കുന്ന രോഗങ്ങൾക്ക് ഷിഫ കൊടുക്കട്ടെ. സഹോദരി മനസ്സുണ്ടാകുന്നുണ്ട്. ഇവിടെ കൊടുത്തോ. 30 നമുക്ക് തേൻ കുപ്പി കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇത് എത്ര? ഒരു കുപ്പി തേനാണ്. കുറച്ചും കൂടി ഒന്ന് കയറ്റി കൊടുക്കാൻ. എത്രയാണ്? ഒരു 313 ആരാ പറയാ? അൽഹംദുലില്ലാഹ് ആ സഹോദരിക്കുണ്ട്. അള്ളാഹു തആല കബൂൾ ചെയ്യട്ടെ. 2 കോഴിമുട്ട 101 റുപ്യ ആരാ പറയുക? ഇത് ലാസ്റ്റ് തീരെയാണ്. ആരെങ്കിലും ഉണ്ടോ? ചൊല്ലിക്കാണ്ട് 3 സ്വലാത്ത്. ഇങ്ങനെ ഒരുപാട് നേരം കളയത്തിട്ടാണ്. എണീക്കൊന്ന്. ആ പുറത്തുള്ളവരൊക്കെ ഒന്നുണ്ട് അടുത്തേക്ക് വരും. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആ കൗണ്ടറിലുള്ളവരൊക്കെ അത്യാവശ്യമില്ലാത്തവരൊക്കെ എണീച്ചു പോരി. ഒരു വേർന്ന് പോകും. വലിയ സദസ്സാണ്. അള്ളാഹു തആല കബൂൾ ചെയ്യട്ടെ. പഠിച്ചോനെ ഇത് ടെലികാസ്റ്റ് ചെയ്യണ്ടോ? യൂട്യൂബിലത് ഒന്ന് പറയണ്ടേ മച്ചന്മാരത്? യൂട്യൂബിലൂടെ നമ്മൾ ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഈ പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെയൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ഫലപ്രദമാകുന്ന റഹ്മലായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്തുലിട്ട് അവിടെ ഇരിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. നമുക്ക് കുറച്ച് സംഭാവനകൾ വായിക്കാണ്ട്. അതിൻ്റെ ഏകദേശം ഒരു പകുതി ഇന്ന് വായിക്കാം, പകുതി നാളെ വായിക്കാം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മൊത്തം വായിക്കാം. 100 മൊത്തം വായിക്കാം. അപ്പോൾ സംഭാവന തന്ന ആളുകളുടെ പേരുകളാണ് വായിക്കുന്നത്. പ്രത്യേകം ഉണർത്താനുള്ളത്, ഉസ്താദ് ഇവിടെ പ്രത്യേകം പിരിവ് നടത്തിയ ഉസ്താദിനോട് വാഗ്ദാനം ചെയ്ത ആളുകളുടെ പേര് നമ്മളിതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ നിന്നായതുകൊണ്ട് ആരെങ്കിലും പേര് അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരവിടെ ഓർമ്മപ്പെടുത്തണം എന്ന് അപേക്ഷിക്കണം. 1 മുഹമ്മദ് സാലിഹ് ടി കെ 5000 രൂപ. അബ്ദുൽ അസീസ് ചുള്ളി സൺ ഓഫ് അബ്ദു 25000 രൂപ. മുഹമ്മദ് വാസിൽ വി പി 5000 രൂപ. ഷിഹാബ് സി ടി 5000. യൂസുഫ് ചുള്ളി സൺ ഓഫ് ബഷീർ 2000. അഷ്കർ ചുള്ളി 25000 രൂപ. മുനീർ ചുള്ളി 2500 രൂപ. നിസാർ ചുള്ളി 5000. ചുള്ളി അബ്ദുൽ മജീദ് 5000. ബഷീർ സി ടി 5000. ഷിഹാബ് വി പി 2000. സനുജ് വി പി 5000. സത്താർ കെ 2000. കുഞ്ഞാപ്പ എന്ന റഷീദ് ചുള്ളി 5000. ചുള്ളി റഫീഖ് എന്ന ഇണ്ണി 3000 രൂപ. ഫൈസൽ ചുള്ളി 3000. നിസാർ സി കെ 10000. ആബിദ് സി കെ 5000. മുഹമ്മദ് കോയ ചുള്ളി 2000. അബ്ദുൽ ഖാദർ വി പി 5000. ബിഷറുദ്ദീൻ ചുള്ളി 2000. നാസർ ചുള്ളി സൺ ഓഫ് അബ്ദു 2000. ഷരീഫ് ഡോക്ടർ സി ടി 5000. ജബ്ബാർ പാലഞ്ചേരി കണ്ണിയാല 10000. മനാഫ് ചുള്ളി 2000. ബാബു വി കെ 1000. ഷഫീഖ് ഷാൻ ചതുരാല 2000. അഷ്റഫ് മുതിരിക്കുളം ആക്കപ്പറമ്പ് 1000. മുഹമ്മദ് അലി കോഴിക്കോട് 1000. ഫൈസൽ ചുള്ളി സൺ ഓഫ് കലന്തു 1000. ഉസ്മാൻ ചുള്ളി സൺ ഓഫ് വാപ്പു 1000. മുസ്തഫ ചുള്ളി സൺ ഓഫ് വാപ്പു 1000. ഉമ്മർ ഒ 1000. ബാബുട്ടി എന്ന എണ്ണിയൻ ചുള്ളി 1000. അബ്ദുസ്സലാം സീഫ് സൺ ഓഫ് മുഹമ്മദ് 1000. നാസർ നമ്പള്ളി 1000. അബ്ദുൽ അസീസ് എൻ 1000. നാസർ ചുള്ളി സൺ ഓഫ് ഹാലി 1000. നിസാർ പഴത്തിൽ 1000. മുഹമ്മദ് അലി വി കെ 2000. സെയ്ദ് അലവി പുത്തൻ പീടികക്കൽ 2000. സെയ്ദ് അലി ചുള്ളി സൺ ഓഫ് കലന്തു 2000. റഷീദ് കാടന്തൊടി 1001 രൂപ. മാമ്പറ കുഞ്ഞാൻ 1001. പാറമ്മൽ ഉമ്മർ ഹാജി 1000. മുഹമ്മദ് എന്ന കുഞ്ഞാണി കുന്നത്ത് പറമ്പൻ 1000 രൂപ. കുഞ്ഞാപ്പ എ പി 1000. അബൂബക്കർ കുണ്ടുകാവിൽ 5000. മുഹമ്മദ് സ്വാലിഹ് കോഴിക്കോട് 2000. കെ ടി ഉമ്മർ കണ്ണിയാല 5000. ഷബീർ എളമ്പിലായി 2000.
മുഹമ്മദ് ബഷീർ 1000, അബ്ദുസ്സലാം ചുള്ളി സൺ ഓഫ് കുഞ്ഞാണി 2000, പാറമ്മൽ ഹംസ ഹാജി 2500, ബാബു പുളിയക്കുത്ത് 1000, ഉമർ തമ്പലക്കോടൻ 1000, മുഹമ്മദ് സഗീർ കുണ്ടോട്ടി 1000, സലീം ഇളമ്പിലായി 3000, ഇബ്രാഹിം ഹാജി വളാഞ്ചേരി 1000, നൗഷാദ് കച്ചീരി 1000, ജലീൽ കച്ചീരി 1000, മുസ്തഫ കച്ചീരി 1000, സുലൈമാൻ ഹാജി VP 1000, കടന്തൊടി മുഹമ്മദ് ഹാജി 1001, ചുള്ളി ഉമ്മർ സൺ ഓഫ് മൊയ്തീൻ 100, പാറക്കോടൻ കുഞ്ഞാണി 500, ചുള്ളി സൈദാലിക്കുട്ടി 101, കൊല്ലാരൻ സൈദലവി 300, ചുള്ളി ആയിഷ വൈഫ് ഓഫ് മുഹമ്മദ് 500, കൂരി ഉമ്മർ 500, അലവി OP 200, സുബൈർ CT 1000, നങ്ങച്ചന്തൊടി മുഹമ്മദ് 500, ഒരു അനുഭാവി 100 രൂപ, ചുള്ളി മുഹമ്മദ് അലി 501, ഹുസൈൻ ചുള്ളി 500, നങ്ങച്ചൻ അബ്ദുള്ള 500, നജ്മുദ്ദീൻ ചുള്ളി 500, അബ്ദുറഹ്മാൻ CT 500, ആസിഫ് കോൽക്കായൻ 500, സുഗു എന്ന നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഇവിടെ ഉള്ളത് 150, മുസ്തഫ VK 10,000, ജാഫർ VK 2000, ആയിഷ ചാലിയത്തൊടി 100, മുസ്തഫ കുരിക്കൽ VP 500, അബു നെടിയടത്ത് 150, ഉസ്മാൻ VK 500, നൗഷാദ് VP 1001, ഷിബിൻ K 101, ഒരു അനുഭാവി 1000 രൂപ, സക്കീർ നങ്ങച്ചന്തൊടി 500, ഖദീജ പിലാത്തൊടി 1001, സാലി ചുള്ളി സൺ ഓഫ് ഹംസ 501, ഒരു അനുഭാവി 501, പാത്തുമ്മ പാറക്കോടൻ 501, വാര്യക്കുണ്ടിൽ സുബൈദ 1001, വാര്യക്കുണ്ടിൽ റുക്കിയ 501, കുണ്ടോട്ട് പാറക്കൽ ഗഫൂർ 501, നങ്ങച്ചന്തൊടി കുഞ്ഞി മുഹമ്മദ് 1001, ഖദീജ അക്കാടൻ 500, ചുള്ളി മുസ്തഫ സൺ ഓഫ് മൊയ്തീൻ 200, ചുള്ളി സൈദലവി സൺ ഓഫ് കുഞ്ഞാണി 500, ചുള്ളി അസീസ് സൺ ഓഫ് കുഞ്ഞാണി 300, ചാത്തനാടൻ കുഞ്ഞി മുഹമ്മദ് 500, നങ്ങച്ചന്തൊടി സക്കീർ ഹുസൈൻ 500, പുളിയക്കുത്ത് ഹംസ ഹാജി 2001, ഫൈസൽ ചുള്ളി 1001, സുലൈമാൻ ഹാജി 1001, സൈദലവി പുത്തൻ. ഇത് രണ്ടാമത് റിപ്പീറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഒരു ഉസ്താദ് പറഞ്ഞ പ്രകാരം കൊടുത്തതാണ്. ചിലത് ആദ്യം വായിച്ചത് വീണ്ടും വായിക്കുന്നത്. സൈദലവി പുത്തൻ പീടിക 1001, അബ്ദുൽ അസീസ് ഫൈസി 1001, ഷബീബ VK 1001, അബ്ദുറഹ്മാൻ ചുള്ളി 1001, മുഹമ്മദ് ചുള്ളി 1001, BS തങ്ങൾ 1001, കുഞ്ഞാപ്പ AP 1001, അസീസ് ചുള്ളി അബ്ദുൽ അസീസ് ചുള്ളി 1001, അഷ്കർ ചുള്ളി 1001, ഹംസ ചുള്ളി സൺ ഓഫ് അബ്ദു 501, വാപ്പു നമ്പള്ളി 501, ഉസ്മാൻ മുസ്ലിയാർ AP 1001, അബ്ബാസ് ആക്കാടൻ 101. ഇത്രയും സംഭാവനകളാണ്. പിന്നെ മരിച്ച ഉപ്പ എന്നിവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ചുള്ളി സൈദാലിക്കുട്ടി 101 രൂപ. മരിച്ച കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ കൊല്ലാരൻ സൈദലവി 300 രൂപ. ചുള്ളി ആയിഷ മരിച്ച ഭർത്താവിൻ്റെയും മകൻ്റെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. മരണപ്പെട്ട ഭർത്താവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരി 100 രൂപ. ചുള്ളി മുഹമ്മദ് അലി പ്രത്യേകം ദുആ ചെയ്യാൻ 501 രൂപ. ചാലിയത്തോടെ ആയിഷ പ്രത്യേകം ദുആ ചെയ്യാൻ 100 രൂപ. നെടിയടത്ത അബ്ദു പ്രത്യേകം ദുആ ചെയ്യാൻ 150 രൂപ. കോൽക്കളയൻ നാസിഫ് പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. ചുള്ളി മുസ്തഫ സൺ ഓഫ് മൊയ്തീൻ ദുആ ചെയ്യാൻ 200 രൂപ. ചുള്ളി സൈദലവി സൺ ഓഫ് കുഞ്ഞാണി ദുആ ചെയ്യാൻ 500 രൂപ. ചുള്ളി അബ്ദുൽ അസീസ് ദുആ ചെയ്യാൻ 300 രൂപ. ചാത്തനാടൻ കുഞ്ഞു മുഹമ്മദ് പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. നങ്ങച്ചൻ തൊടി സക്കീർ ഹുസൈൻ പ്രത്യേകം ദുആ ചെയ്യാൻ 500 രൂപ. ഇത്രയും സംഭാവനകളാണ് നമ്മൾ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടെ ആമീൻ പറയുക. കയ്യെ നിവർത്തി വെച്ച് നെഞ്ചിന് നേരെ ഉയർത്തിപ്പിടിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, മഹത്തായൊരു മജ്‌ലിസ്. ഈ 5000, 10,000, 1000, 500, 100 ഒക്കെ കൊടുത്തവർക്ക് 100,000 ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാഞ്ഞിട്ടല്ല. അതിനേക്കാളേറെ പ്രാധാന്യം ഈ പരിപാടിക്കും ഈ റിലീഫിന് നൽകുന്നത് കൊണ്ടാണ് അവരൊക്കെ നൽകിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായ ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഈ സദസ്സിന് മാത്രമല്ല, ശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിലും നിസ്കാരശേഷം മറ്റൊക്കെ ഉള്ള ദുആകളിലൊക്കെ
ഈ നമ്മുടെ സഹോദരങ്ങളെ സഹോദരിമാരെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ എല്ലാ സദസ്സുകളിൽ വെച്ചും ദ്വാരക്കുമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളപ്പാൻ്റെ സമ്മതപ്രകാരം നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു നമ്മുടെ സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സദസ്സിന്റെ രാവിന്റെ സംരംഭത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഇവിടെ നൽകിയ സംഭാവനകളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റണേ റബ്ബേ. പെട്ടെന്നുള്ള വിഷമങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ശരീരം കീറി മുറിക്കേണ്ടി വരുന്ന, അവയവങ്ങൾ വെട്ടിമാറ്റേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും പലജാതി രോഗങ്ങളുടെ പിടിയിലാണ്. നീയാണ് ഷാഫി റബ്ബേ. നീ ശിഫ കൊടുക്കണേ തമ്പുരാരെ, ശിഫ കൊടുക്കണേ തമ്പുരാരെ, നീ ശിഫ കൊടുക്കണേ തമ്പുരാരെ റബ്ബേ. ഞങ്ങളെ കൂടെ ഈ പരിപാടിയുടെ മുൻനിര ഇരിക്കേണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അവരിന്ന് ഖബറിലാണ് കിടക്കുന്നത്. ഇന്നല്ലെങ്കിലും നാളെ ഞങ്ങൾക്കും ആ വഴിക്ക് സഞ്ചരിക്കേണ്ടവരാണ് റബ്ബേ. ആ സഹോദരന്റെ ഖബറെടുത്ത് നീ സ്വർഗപ്പൂങ്കാവനമാക്കി മാറ്റണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് ആറടി മണ്ണിനടിയിലാടും. 10 മാസം ഗർഭം ചുമന്ന് നൊന്തുപെറ്റ് പോറ്റി വളർത്തിയ പുന്നാര ഉമ്മയെ ഖബറിലേക്ക് വെച്ച കൈയാണിത്. ഞങ്ങളുടെ പൊന്നുപ്പ ഖബറിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, ഭർത്താക്കന്മാർ, ഭാര്യമാർ പലരും ഖബറിലുണ്ട്. പേര് പറയേണ്ടതില്ല. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ അല്ലാ. സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ. റബ്ബേ, നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ശരീരം ഖബറിലേക്ക് വെച്ചാൽ വാരിയല് കോർക്കുമാർ അതിന്റെ ഭിത്തികൾ വന്ന് എടുക്കുമെന്ന്. റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഈ ഖബറിൽ കഴിയുന്നു. അവര് അത്തരമൊരു വിഷമം നീ വരുത്തല്ല തമ്പുരാനെ. ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തി പുരനിറഞ്ഞു നിൽക്കുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ റബ്ബേ. ദീർഘകാലം ദാമ്പത്യ ജീവിതം നയിച്ചിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്തതിന്റെ പേരിൽ കണ്ണീരും കഥനവുമായി കഴിയുന്നവരുണ്ട്. അവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ റഹ്മാനെ. സ്വാലിഹായ മക്കളെ നൽകണേ റബ്ബേ. ഉള്ള മക്കൾ വഴിപിടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നേർവഴി കാണിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സംരംഭത്തെ നീ വിജയിപ്പിക്കണേ തമ്പുരാരെ. ഇതുമായി സഹകരിച്ച് സഹായിച്ച, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ നീ സഹായിക്കണേ റഹ്മാനെ. നീ സഹായിക്കണേ റബ്ബേ. ഈ നാടിന് നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. ഈ നന്മക്ക് നേതൃത്വം നൽകുന്ന ഈ കൂട്ടായ്മ നീ വിജയിപ്പിക്കണേ അല്ലാ. ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് റബ്ബേ, അച്ചടക്കത്തിന്റെ അനിവാര്യത ഉൾക്കൊണ്ട് സംഘബോധത്തിന്റെ ചലനാത്മക നിദർശനങ്ങളായി കർമ്മരംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഈ കൂട്ടായ്മക്ക് നീ ശക്തി നൽകണേ തമ്പുരാരെ. ഇതുമായി സഹകരിച്ച് സഹായിച്ച ആളുകളെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ മഹത്തായ പരിപാടി വൈകിയാണ് വിനീതൻ അറിയുന്നതെങ്കിലും ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കാണാൻ, അനുഭവിക്കാൻ, കേൾക്കുവാനും ഈ പരിപാടിയിൽ പങ്കാളികളാവാനും ഇസ്തിഖാമ ലൈവിലൂടെ ഇതാ ലോകത്ത് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കാണാൻ സൗകര്യമൊരുക്കിയ അതിന്റെ മാനേജർ സാലിഹ് ഒറ്റപ്പാലത്തിന് നീ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ, ഇതുമായി സഹകരിച്ച് സഹായിച്ച പലരുമുണ്ടെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാരെ. ഞങ്ങൾ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രവാസികളുണ്ട്. അല്ലാഹുവേ, അവരുടെ സങ്കടങ്ങളെല്ലാം, അവരുടെ വിയർപ്പുകൾ ഇങ്ങനെ ചേർത്തി വച്ചിട്ട് ഞങ്ങളുടെ സങ്കടങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ വീതം വെച്ച് തരികയാണ്. സ്വന്തം കാര്യം മറക്കുന്നവനാണ് പ്രവാസി, സ്വന്തം ജീവിതം മറക്കുന്നവരാണ് പ്രവാസി. അല്ലാഹുവേ, മെഴുകുതിരി പോലൊരുക്കി തീർന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റബ്ബേ, ഇന്നീ കേരളക്കരയിൽ എന്നല്ല ലോകത്തിന്റെ വിവിധ ദിക്കുകളിലും ദീനീ കേന്ദ്രീകൃതമായ എന്തെല്ലാം നന്മകളുണ്ടോ അതിലെല്ലാം ഞങ്ങളുടെ പ്രവാസികളുടെ വിഹിതം ചെറുതല്ല.
അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാസികളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നിയമക്കുരുക്കിൽ കഷ്ടപ്പെടുന്നവരെ നീ കരകയറ്റണേ അല്ലാ. അനുയോജ്യമായ തൊഴിൽ കിട്ടാതെ അലയുന്നവർക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന തൊഴിൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബേ ഭാര്യമാരെ വിട്ട് മക്കളെ വിട്ട് റബ്ബേ പിഴക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് റബ്ബേ. അവർക്ക് നിന്റെ ഹിമായത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിവിട്ട് ഭർത്താവിനെ ഗൾഫ് നാടുകളിൽ ചെന്ന് ചോര നീരാക്കി ഒഴുക്കുന്ന പണം കൊണ്ട് ഈ നാട്ടിൽ കഴിയുന്ന ഭാര്യമാര് അവസാനം 10-20 കൊല്ലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ആ ഭാര്യമാര് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ പലവട്ടം ആവർത്തിക്കുകയാണ് ഞങ്ങളുടെ നാട്ടില്. ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണേ റബ്ബേ. ഭർത്താക്കന്മാരെ വിട്ട് അകന്നു കഴിയുന്ന ഞങ്ങളുടെ ഭാര്യമാർക്ക് റബ്ബേ നല്ല മനക്കരുത്ത് നൽകണേ തമ്പുരാനെ. പ്രതികൂലതകളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകണേ തമ്പുരാനെ. എവിടെയാണെങ്കിലും തന്റെ ഭർത്താവിനെ ഭാര്യയെ കുറിച്ച് ഭർത്താവിന് നല്ല ചിന്തയോടുകൂടെ പ്രാർത്ഥനാപൂർണമായ മനസ്സോടെ കഴിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ചുറ്റുപാട് മലിനമാണ്, മലീമസമാണ്, കാത്തുരക്ഷിക്കണേ അല്ലാ.